ഇവന്റെ മക്കൾക്ക്, ഇവന്റെ ഭാര്യയ്ക്ക്, ഇവന്റെ മാതാപിതാക്കൾക്ക്, ഒരു മകനെ, ഒരു ഭർത്താവിനെ, ഒരു ആങ്ങളെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നിങ്ങളുടെ എണ്ണം കുഞ്ഞാണ് കോയത്തിൽ നിന്നും ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു. അതായത് പുതുതായി ഗൾഫിലേക്ക് വരുന്ന സുഹൃത്തുക്കളുടെ അറിവിലേക്ക്, പുതുതായി മാത്രമല്ല ലീവിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ നിങ്ങളെല്ലാവരും പത്രങ്ങളിലെ കൂടിയിട്ടൊക്കെ വായിക്കാറുണ്ട്. അതായത് ഗൾഫിലൊക്കെ നിരോധിതമായിട്ടുള്ള വസ്തുക്കൾ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടു, എയർപോർട്ടിൽ പിടിക്കപ്പെട്ടു, അവിടുന്ന് തന്നെ പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ. ഇവിടെ ഗൾഫിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പേരിൽ ജയിലിലായിട്ടുണ്ട്. ഇത് നാട്ടിൽ മാത്രമല്ല ഗൾഫിലും ഈ ഒരു ചതിവ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോയി പെടുന്നത് പുതിയ ആൾക്കാരാണ്. കാരണം ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് യാദൃശ്ചികമായിട്ട് ഒരു സഹോദരൻ്റെ വീഡിയോ കാണാനിടയായി. അതായത് ഇന്ന് സംഭവിച്ചത്. നിങ്ങൾ ഇതൊന്ന് ഈ ഒരു വിഷയം ഒന്ന് കേട്ട് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അജ്മലാണ്. സഹോദരങ്ങളെ, മലയാളികളിലെ ഡ്രൈവർമാർ കുറേ ആളുകൾ ഇന്ന് ജയിലിലേക്ക് എത്തുന്നത് പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോലി തരുമ്പോഴത്തേക്ക് അത് ചെയ്യുമ്പോഴാണ്. ഇന്നിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഓഫീസിൽ എത്തിയിട്ട് അതുവരെ സൗദി കസ്റ്റംസിലായിരുന്നു. അവിടെ ഒരു തർജുമക്ക് വേണ്ടി പോയത്. ബഹ്റൈനിൽ അവൻ പറയുന്നത് ട്രാവൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന, പുറത്തൊക്കെ ജോലി കിട്ടിയാലൊക്കെ പോകാൻ ശ്രദ്ധിക്കലുണ്ട്, അങ്ങനെയൊക്കെ ശ്രമിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു മലയാളി. അവനോടൊരാൾ പറയാണ്, കോബാറിൽ ഒരു ലൊക്കേഷൻ കൊടുത്തിട്ട് അവിടത്തേക്ക് നിങ്ങൾ വണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കാശ് അതിന്റെ കൂലിയായിട്ട് തരും, തിരിച്ച് ബഹ്റൈനിലേക്ക് എത്താനുള്ള ടാക്സി ഏർപ്പാട് ചെയ്യുന്നൊക്കെ അവൻ ചെയ്തു. കസ്റ്റംസ് പിടിച്ചു, സൗദിയിലേക്ക് പ്രവേശിച്ചിട്ട് കസ്റ്റംസ് പിടിച്ചു. വണ്ടിയുടെ ഡോറിന്റെ എല്ലാ ഡോറിന്റെ സൈഡിൽ, ഓണറ്റിന്റെ ഉള്ളിൽ, അവിടെയൊക്കെ ആയിട്ട് 2 ലക്ഷം റിയാലിന്റെ വിലയിലധികം വരുന്ന കള്ളുകൾ ഉണ്ടായിരുന്നു വണ്ടിയിൽ. അവൻ അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. അതേപോലെ വേറെ പല വസ്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തർജുമക്ക് വേണ്ടി വിളിച്ചതും അതിനുവേണ്ടി സംസാരിക്കേണ്ടി വന്നതും. അവൻ കരയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് കരണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അവൻ ഓടിച്ചൊരു വണ്ടിയിൽ നിന്ന് ഇത് പിടിക്കപ്പെടുകയാണ്. ഞാനവന് ചോദിച്ചു എങ്ങനെ സംഭവിച്ചു, ഓരോന്നും ഡീറ്റെയിൽസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ പറയാണ്, ഒരു മലയാളിയാണ് എന്നെ ഇത് ഏൽപ്പിച്ചത്, എനിക്കൊന്നും അറിയില്ല ഈ വണ്ടിയിലുള്ളത് എന്നുള്ളത്. 2 കാര്യം സഹോദരങ്ങളെ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഈ ഡ്രൈവർമാരൊക്കെ എപ്പോഴും പരസ്പരം മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ജോലി തരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ, സൗദി അറേബ്യയിൽ പോകുമ്പോഴൊക്കെ എല്ലാവരും സൂക്ഷിക്കുന്ന ഒരു വിഷയമാണത്. ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയും കൊണ്ട് ഡ്രൈവറായിട്ട് പോയി കൊടുക്കലല്ല. ഈ വണ്ടി എവിടുന്നാണ്, ബഹ്റൈനിലത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വണ്ടി വരുമ്പോൾ ഈ വണ്ടിയിൽ എന്താ ഉള്ളത്, അല്ലെങ്കിൽ വണ്ടിയിൽ കയറുന്ന പാസഞ്ചർ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നമ്മൾ ഡ്രൈവർ ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു പാസഞ്ചറിനെ സൗദിയിലേക്കോ സൗദിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരെ കയ്യിൽ എന്താണ് എന്ന് നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും, നമ്മൾ ഡ്രൈവർ ആണെങ്കിൽ നമ്മൾ വെറും ഡ്രൈവർ മാത്രമായിരിക്കും. പക്ഷെ നമ്മുടെ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും നിയമവിരുദ്ധമായത് പിടിച്ചാൽ നമ്മൾ ആ വണ്ടിയുടെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുന്ന ആള് തന്നെയാണ്. നമ്മളാണ് ആ വണ്ടിയുടെ ചാർജ്. ആ വണ്ടിയുടെ ചാർജ് നമ്മൾക്കാണുള്ളത്. ആ പാസഞ്ചറുടെ കയ്യിലോ അതല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉത്തരവാദിത്വം പിന്നെ അത് വഹിക്കേണ്ടി വരും. നിരപരാധിത്വം തെളിയിക്കാൻ കുറെ സമയമെടുക്കും. അതുകൊണ്ട് ആരെങ്കിലും ഒരു ജോലി പറയുമ്പോഴത്തേക്ക് സൗദിയിലേക്ക് നേരെ വരുത്തല്ല, സൗദി നേരെ തിരിച്ച് പോകലല്ല. 2ാമത്തെ വിഷയം മലയാളികളോടാണ്. ഈ വ്യക്തിയെ ചതിച്ചത് മലയാളി എന്ന് ഇവൻ പറയുകയാണല്ലോ. ഇങ്ങനെ ഒരുപാട് മലയാളികളുണ്ട്. കള്ളിന്റെ, കഞ്ചാവിന്റെ, അതുപോലെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ആളുകൾ, കൂട്ടിക്കൊടുപ്പിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ മറ്റു പല പാവങ്ങളായ മലയാളികളെ ചതിക്കുന്നുണ്ട്. സ്വർണവും മറ്റൊക്കെ പണയം വെച്ചൊക്കെ ഗൾഫിലേക്ക് വരുന്ന കുടുംബത്തെ പോറ്റേണ്ടിയിട്ട്, ഒരു കുടുംബത്തിന്റെ, നാടിന്റെ പ്രതീക്ഷയാണ് അവരെ നിങ്ങൾ നശിപ്പിക്കൽ. അവരുടെ ദാരിദ്ര്യം മുതലെടുത്തിട്ട് നിങ്ങളുടെ കച്ചവടത്തിന് കൊഴുപ്പ് കൂട്ടല്ല. എന്തൊരു ചതിയാണ് നിങ്ങൾ ചതിക്കുന്നത്. പലപ്പോഴും പിടിക്കപ്പെടുമ്പോഴത്തേക്ക് നിങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിന്റെ തലേന്ന് നിങ്ങളെ നാട്ടിലെത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ലാഭം നിങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ടാവും. ഈ പാവം ജയിലിലാണ്. ഇവന്റെ മക്കൾക്ക്, ഇവന്റെ ഭാര്യയ്ക്ക്, ഇവന്റെ മാതാപിതാക്കൾക്ക്, ഒരു മകനെ, ഒരു ഭർത്താവിനെ, ഒരു ആങ്ങളെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നിങ്ങളുടെ ഈ തോന്നിയാസം കാരണത്താൽ. 2 കൂട്ടരും ശ്രദ്ധിക്കുക. പെട്ടെന്ന് കാശ് കിട്ടുന്ന കരുതിൽ ഏതെങ്കിലും ജോലി ചെയ്യാനല്ല, നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹോദരങ്ങളെ തന്നെ ചതിയിൽപ്പെടുത്തലല്ല. ഇത് നിങ്ങൾ പരസ്പരം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഷെയർ ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരുപാട് നിരപരാധികൾ ഗൾഫിൽ ജയിലിൽ ഇന്നും കഴിയുന്നുണ്ട്. ഇതൊക്കെ ചതിക്കുന്നത് കൂടുതലും മലയാളികൾ തന്നെയാണ്. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞത് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു വിഷയമായിരുന്നു. അപ്പോൾ യാദൃശ്യമായിട്ട് ഇന്നൊരു വീഡിയോ കിട്ടിയത് കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോൾ പുതുതായി വരുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരൊക്കെ ഈ സഹോദരൻ പറഞ്ഞതുപോലെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു വീഡിയോ ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് കണ്ടത്. കാരണം ഓരോ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കാമല്ലോ. അവർക്കും നാട്ടിൽ കുടുംബവും ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക.